ഹേ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കല്യാണത്തലേന്ന് ബിരിയാണി ആയിട്ടാണ്. അപ്പം ഇതിപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലാണ്. ഇവിടെ എല്ലാ വീക്കിലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ന് ഈ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ പൊരിക്കുക എന്നുള്ളതാണ്. ചിക്കൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം പൊരിക്കേണ്ട അത്രയും ചിക്കനാണ് നമുക്കിവിടെ ഉള്ളത്. ഇതിൻ്റെ മണം അടിച്ചിട്ട് ഞാൻ എങ്ങനെ വീഡിയോ എടുത്തത് ഞാൻ ഇപ്പം ആലോചിക്കുന്നു. അപ്പോൾ ബിരിയാണി ആരാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇതാണ് നമ്മുടെ സ്കൂളിലത്തെ ഡ്രൈവർ ദാമോനേട്ടൻ. അപ്പോൾ ഒരു ഡ്രൈവർ മാത്രമല്ല, ഷെഫും കൂടിയാണ്. ഇതുപോലുള്ള പ്രോഗ്രാംസിനൊക്കെ ഫുഡ് ഉണ്ടാക്കാറുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലെ ബിരിയാണിയാണ് ഉണ്ടാക്കാറ്. ചിക്കൻ അവിടെ നിന്ന് ഫ്രൈ ആവുന്ന ടൈമിൽ നമുക്ക് മസാല ഉണ്ടാക്കാൻ കുറച്ച് എണ്ണ വെച്ച് അതിലേക്ക് തക്കാളിയും ഉള്ളിയും അതുപോലെ കറിവേപ്പിലും ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി ഇനി വഴണ്ടി വരണം. പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിയും കാഷ്യൂനട്ടും മുന്തിരിയും കറിവേപ്പിലും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുതിനയിലയും മല്ലിയിലയും ആണ്. അതുപോലെ തന്നെ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും കുറച്ച് വെന്ത് വരുന്ന സമയത്ത് നമ്മളിനി പൊടി ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനൊന്നും കറക്റ്റ് അളവ് പറയാൻ എനിക്കറിയില്ല, കാരണം അവർ തന്നെ ഏകദേശം അളവ് വെച്ചിട്ടാണ് ഇടുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ രീതിയിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഈ പേസ്റ്റ് ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഓവർ കുക്കായിട്ട് ഒരു വൃത്തിയായിട്ട് ടേസ്റ്റ് വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ടിപ്പ് പഠിച്ചു. പിന്നെ അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയും പുതിനയിലാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല മഷി പോലെ ആയിട്ടുണ്ട് മസാല. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഇത് എരിവ് കൂടി കളറ് കുറവില്ല മുളക് പൊടിയാണ്. ഇനി നമ്മൾ കുറച്ച് കളറ് വരാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇടാൻ പോകുന്നത് ദാമോനേട്ടൻ്റെ സീക്രട്ട് ഒരു ബിരിയാണി മസാലയാണ്. റെസിപ്പി ചോദിച്ചിട്ട് പറഞ്ഞിരുന്നില്ല, കാരണം അത് അവരുടെ സീക്രട്ട് സംഭവമാണല്ലോ. നമ്മളപ്പോൾ അങ്ങനെ റിവീൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ നോർമൽ സ്പൈസസ് എല്ലാം കൂടി വറുത്ത് പൊടിച്ച ഒരു ബിരിയാണി മസാലയാണത്. എന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കളറ് തോന്നിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ നേരത്തെയിലെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എൻ്റെ സ്കൂൾ ഒരു വിജനമായ പാറേൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ നല്ല ചൂടുമുണ്ട്. ഈ ചൂടിലാണ് നമ്മൾ ഈ അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് ഈ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ കുക്ക് ചെയ്യുന്നവർ ആ സമയത്ത് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായി, ഇവർ എത്ര ചൂട് സഹിച്ചിട്ടാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനിടയിൽ കുറച്ചൊരു നാരങ്ങാനീരും അതുപോലെ തന്നെ തൈരും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ക്വാണ്ടിറ്റിക്ക് വളരെ കുറച്ച് തൈരാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊരു സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. ആ സ്മെല്ലും കൺട്രോൾ ചെയ്ത് വീഡിയോ എടുത്ത് എന്നെ സമ്മതിക്കണം. ഇതിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം കൂടി എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്ക് അടിപൊളി സ്മെല്ലായിരുന്നു വന്നിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ആ ഫ്രൈഡ് ഓനിയൻസും കാഷ്യൂനട്ടൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചിട്ടും ചോറിലിടാനാണെന്ന്. പക്ഷേ അത് ചോറിൽ മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ മുകളിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടിയാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാക്കുന്ന സംഭവം എന്നാണ് ദാമോനേട്ടൻ പറയുന്നത്. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത മസാല മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തീയുടെ കനലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചൂടിൽ കുറച്ച് സെറ്റാവാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ബിരിയാണി റൈസിലേക്ക് കിടക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടത്. നമ്മുടെ ഉള്ളി, ക്യാരറ്റ്, പിന്നെ നമ്മുടെ സ്പൈസസ്, പിന്നെ സ്പെഷ്യലായിട്ട് വരുന്നൊരു സംഭവമാണ് ഈ നാരങ്ങയുടെ സ്ലൈസസ്. ഞാൻ പൊതുവേ നാരങ്ങ നീര് ഉറ്റിച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ തന്നെ നാരങ്ങ മുറിച്ച് ഇടുന്നത് ഞാൻ ഈ സ്കൂളിൽ വന്നതിന് ശേഷം ദാമോനേട്ടൻ്റെ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയ സമയത്താണ് കണ്ടത്. അത് ആ ചോറിലേക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പം പാത്രം വെച്ച് ചൂടാകുമ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 പാക്കറ്റ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നെയ്യുടെ പകുതിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച മിക്സ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലപോലെ വഴറ്റണം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. സാധാരണ ഉള്ള റേഷ്യനാണ് 1:2. 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നില്ല പോലെ.
ഈ ഒരു പാത്രത്തിൽ 2 പ്രാവശ്യം വെള്ളം നിറച്ചൊഴിക്കുന്നതാണ് ഇവരെ കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ 1:2 റേഷ്യോയിൽ ഉണ്ടാക്കിയാൽ മതി. അതിലേക്ക് എൻ്റെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബിരിയാണി റൈസിൽ കറിവേപ്പില ഇടുന്നതും ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചതാണ്. പിന്നെ നമ്മൾ കുറച്ചൊരു കളർ റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ബിരിയാണി ആക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പൊലിപ്പ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ചൊരു ഫുഡ് കളർ ആഡ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മുടെ ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം, അരി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അരി വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് എടുക്കുന്നതാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ നമ്മൾ അച്ചാറും അതുപോലെ തന്നെ സാലഡൊക്കെ ഒരു പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി നേരത്തെ ബാക്കി വെച്ച നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഓൾറെഡി ഇതിൻ്റെ പകുതി നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചെടുക്കുക. അതിനുശേഷം ഈ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് കളർ ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് തിളപ്പിച്ച പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കളർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ഒനിയനും കാഷ്നട്ടും അതുപോലെ കറിവേപ്പിലും ഒക്കെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് സ്കൂളിൽ മിക്സ് ചെയ്യാറില്ല. കുട്ടികൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വിളമ്പി കൊടുക്കാറാണ്. കാരണം ചില കുട്ടികൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കാറ്. നമ്മുടെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ബിരിയാണി. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഫുഡ് സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി തന്നെയാണ് പറയാറ്. അങ്ങനെ ഞാൻ ഈ ബിരിയാണി വ്ളോഗ് ഇവിടെ എന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.